ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മരണസംഖ്യ 15ആയി. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി, തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ. രവികുമാർ. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോടുപോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്ത് രൂക്ഷമായ കടൽക്ഷോഭവുമുണ്ട്. പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 1 മരണം. പുലയമ്പാറ സ്വദേശിനി N. ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. നായർ. കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങിയെങ്കിലും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 4 ലക്ഷത്തിലേറെ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമ കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല, വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധിക വിഹിതമായി 10 കിലോ അരി 26 രൂപ നിരക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരങ്ക പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേശ് മോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗ്ഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി VD സതീശൻ. മരണസംഖ്യ 15ആയി. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.